നമ്മളെല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരാണ്, ശരിയല്ലേ? എന്നാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് നമ്മളുടെ ഹോൾഡിങ്സ് നമ്മുടെ കയ്യിൽ നിന്നും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അത് ടാക്സബിൾ ആണോ, അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാമോ? 2024 വരെ മ്യൂച്വൽ ഫണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരാൾക്ക് ട്രാൻസ്ഫറബിൾ ആയിരുന്നില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ 2024 ശേഷം സെബിയുടെ ഒരു പ്രത്യേക റൂൾ വരികയും മ്യൂച്വൽ ഫണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് സുഗമമായി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. രണ്ട് രീതിയിലാണ് നമ്മൾ പൊതുവേ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത്, അല്ലേ? ഒന്നെന്ന് പറയുന്നത് ഡിമാറ്റ് ഫോമിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ഫോമിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ, അതായത് നമ്മളെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, നേരത്തെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന മ്യൂച്വൽ ഫണ്ട് കംപ്ലീറ്റ് വിറ്റിട്ട് ആ പൈസ മറ്റൊരാൾക്ക് കൊടുത്ത് അയാൾ വാങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ട് ഉള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാം. അതായത് നമ്മളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന മ്യൂച്വൽ ഫണ്ട് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുമ്പോൾ വരുന്ന ഗിഫ്റ്റ് എന്നുള്ള ഓപ്ഷനിലൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ടാക്സ് എക്സംഷൻ കിട്ടും. കാരണം നമ്മളത് സെല്ല് ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഡിമാറ്റിലാണെങ്കിൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് സബ്മിറ്റ് ചെയ്ത് സൈൻ ചെയ്തിട്ട് അത് വേറൊരു ഡിമാറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഡിമാറ്റ് ഹോൾഡർ ആണെങ്കിൽ നമുക്കൊരു ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് വേണം, ഒരു ചെക്ക് ബുക്ക് പോലുള്ള, അതിലേക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആളുടെ ഡീറ്റെയിൽസ് സൈൻ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്താൽ അത് ട്രാൻസ്ഫർ ആവും. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫിസിക്കലി മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ആ കേസിൽ നമ്മൾ RTIs ആയ ക്യാംസിനെയും കേഫിനെയും സമീപിച്ചിട്ട് അവിടെ ഒരു പ്രത്യേക ഫോം ഉണ്ട്, ഓൺലൈനായിട്ട് അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ആരെയാണോ ടാർഗറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളിലേക്ക് അത് ട്രാൻസ്ഫർ ആവും. അപ്പം മ്യൂച്വൽ ഫണ്ട് നിലവിൽ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സുഗമമായി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും.